അങ്ങനെ ഞാൻ വീണ്ടാമതും വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് വന്നത് കമ്മലായിട്ടല്ല, ഒരു മാല ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഫസ്റ്റ് കാണിച്ച മാലല്ലേ, അതാണ് എന്റെ അളവ് കോല്. നമ്മളെ തമ്പുരാട്ടിന്റെ കഴുത്താണെങ്കിൽ കുറച്ച് വണ്ണം കൂടുതലാണ്. അപ്പൊ പറ്റിയൊരു മാല തന്നെ ഉണ്ടാക്കണമല്ലോ. ആദ്യം തന്നെ ഒരു OHP ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അളവൊക്കെ ആദ്യം എടുത്ത് വെച്ചല്ലോ, അതിലേക്ക് കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മളെ കയ്യിലുള്ള കുന്തൻ സ്റ്റോണും കണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണേ. പിന്നെ ഈ ഒരു ഐഡിയ എനിക്ക് വന്നത് നമ്മളെ കമന്റ് ബോക്സിൽ തന്നെയാണ്. ആരോ ഒരാൾ കമന്റ് ഇട്ടുണ്ടായിരുന്നു, ഇനി മാലയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേന്ന്. അങ്ങനെ ഫസ്റ്റ് ലെയറിന്റെ സെക്കൻഡ് ലെയറിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലെയറും കൂടെ കൊടുക്കാം, അപ്പോഴാണ് കുറച്ചുകൂടി ഒരു ഭംഗിയുള്ളതേ. അങ്ങനെ ആ ലെയർ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മൾ മാല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുത്തിലേക്ക് ഇടണം എന്നുണ്ടെങ്കിൽ ഒരു കയറും കൂടെ കൊടുക്കണ്ടേ. അപ്പൊ കയർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി അതിന്റെ മുകളിലേക്ക് 2 ഐപ്പിന്നും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേന് നമ്മള് മാലേന്റെ പകുതി പണിയൊക്കെ കഴിഞ്ഞിണ്ടേ. നമ്മള് തമ്പുരാട്ടി അംഗനവാടിയിൽ നിന്ന് വന്നിട്ട് വേണം ഇതൊന്ന് കഴുത്തിൽ ഇട്ട് കൊടുക്കുക. ഇന്നാണെങ്കിൽ എന്റെ കഷ്ടകാലത്തിന് അംഗനവാടിയിൽ നിന്ന് വരുമ്പോൾ ഒന്ന് വീണ് അതിന്റെ പിണക്കത്തിലാണ് ആള്. അപ്പൊ ഇതാണ് നമ്മളെ മാല. ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ലൈക്ക് സപ്പോർട്ടും കൂടി ചെയ്യണേ. പിന്നെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കിയപ്പോ ഇത്രയേ ഉള്ളൂ. ബൈ.